സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർബണെ പറ്റി, കാർബൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ കാർബൺ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ആ കാർബണിൻ്റെ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. കാർബൺ എങ്ങനെ ബോണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. സോ വളരെ സിമ്പിളാണ്. നമുക്കറിയാം കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കാർബണിനകത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. സോ 2,4 ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണും ആണ് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 ആണ്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലുണ്ടല്ലോ, 2 ഷെല്ലാണ് കാർബൺ ഉള്ളത്, അവസാന ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാം. അതായത് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ, ലൂയിസ് സ്ട്രക്ചർ അറിയാത്തവരതാ ഇങ്ങോട്ട് നോക്കിക്കോ, ലൂയിസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരയ്ക്കുക. കാർബൺ എന്ന് എഴുതുക. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. 4 ഇലക്ട്രോൺ ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ, കുത്തിടുക, ഇലക്ട്രോൺ വരയ്ക്കാൻ വേണ്ടി കുത്തിടുക. അതായത് കാർബണിന്റെ ലൂയിസ് സ്ട്രക്ചർ വരച്ചത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഇതിനർത്ഥം കാർബണിന് ഈ 4 ഇലക്ട്രോണുകളെ വെച്ച് 4 ബോണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുക. കാർബണിന് ഈ 4 ഇലക്ട്രോണുകളെ വെച്ചിട്ട് 4 ബോണ്ടുകളാണ് ഉണ്ടാക്കാൻ പറ്റുക. സോ നമുക്ക് നോക്കാം കാർബൺ എങ്ങനെയാണ് ബോണ്ട് ഉണ്ടാക്കുക. കാർബണിന് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. നോക്കിക്കോ കാർബണിന്റെ സിംഗിൾ ബോണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിക്കോ. കാർബൺ അവിടെ നിൽക്കട്ടെ, കാർബണിന്റെ കൂടെ വേറൊരു കാർബൺ ഒന്ന് ബോണ്ട് ചെയ്യുന്നു, ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ നമ്മൾ ബോണ്ട് ചെയ്യുന്നില്ല, തൽക്കാലം ഇങ്ങനെ വെച്ചേക്കുവാണ്. ഓക്കെ, സോ ഇവിടെ മൊത്തം 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് 1 ഇലക്ട്രോൺ എന്ത് ചെയ്തു? വേറൊരു കാർബണോട്ട് ബോണ്ട്. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കുക, ഒറ്റ ബോണ്ടേ കാണത്തുള്ളൂ. ഇനി എങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടാവുക? ഇവിടെ മൊത്തം 4 എണ്ണം ഇല്ലേ, 4 എണ്ണം 2 എണ്ണം പോയി, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ബാക്കി 2 ഇലക്ട്രോൺ വെച്ചിട്ട് കാർബൺ ബോണ്ട് ഉണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുക. ഇനി 3 ബോണ്ട് വരുന്നത് എങ്ങനെ? ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ വരിക? കാർബണിന്റെ കയ്യിൽ മൊത്തം 4 ഇലക്ട്രോൺ ആണ്, അതിൽ 3 എണ്ണം പോയി, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. സോ കാർബൺ 1 ഇലക്ട്രോൺ ഇവിടെ ഇരിപ്പുണ്ട്, ബാക്കി 3 ഇലക്ട്രോൺ വെച്ചിട്ട് എന്ത് ചെയ്തു? ബോണ്ട് ഉണ്ടാക്കി. സോ ഇതിനെയാണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ കാർബണിന് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, കാർബണിന് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, കാർബണിന് ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാക്കാൻ പറ്റും.